പെണ്ണെങ്ങനെയുണ്ട്? ആര്? ജോസോ? അതെ, ആ ചെറ്റാനെ അവനെന്റെ കയ്യെ കിട്ടിയാണല്ലോ ഇടിച്ചവന്റെ ജോസാ. ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലേക്ക് ഇട്ടോ. നാവെടുത്ത് വായിലോട്ടല്ലാതെ പിഴിഞ്ഞെടുത്ത് അടയിലേക്ക് ഇടാൻ പറ്റും. എന്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റാ, അല്ലാണ്ട് പഞ്ചായത്ത് പൈപ്പല്ല. നല്ല ഒന്നാം തരം മെമ്പർ നോക്കി ഉണ്ടായിരുന്നതാ. ഒളിച്ചോടിപ്പോയി. അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരിയാ. അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പ് വേണം. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാൽ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. അത് ശരിയാ. ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു? ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തു. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. എന്ത് പ്ലസ് കൊടുക്കാൻ പോയത്? ഈ തള്ള എന്താണ് പറയുന്നത്? അവരെ കൂടി കൊണ്ടുപോകും. പുള്ളി എന്താ വീക്കാലം ടൂറ് പോവാണ്. എനിക്കൊന്നും വേണ്ട, കണ്ടു പഠിച്ചോ കിടപ്പ്. അടുത്ത് തന്നെ കിടക്കണ്ടതാ. പോടാ. ഞങ്ങള് കാഞ്ഞിരപ്പള്ളിക്കാരാ. കാഞ്ഞിരപ്പള്ളിയിൽ എവിടെ? അവിടെ 26 പറയും. ആണോ? ഞങ്ങൾ 26. ആഹാ, അവിടെ ഈ പകലോ പറ്റത്തെ ചെറിയ മാഷ് എന്ന് പറഞ്ഞ എല്ലാവരും അറിയും. എന്റെ അപ്പനായിട്ട് വരും. മാമച്ചനല്ലേടാ നീ? അതെ, എങ്ങനെ അറിയാം? 26 നിങ്ങളുടെ മേപ്പറ താമസിച്ചിരുന്ന കുന്നേര അവരയുടെ മകൻ വറീദിന് ഓർമ്മയുണ്ടോ? പിന്നെ അവനിട്ട് പണ്ട് ഞാൻ പെരുക്കിയതല്ലേ. അവനിപ്പോ അവിടെ ഉണ്ട്. അതിരിക്കട്ടെ, അന്ന് നിന്റെ കൂടെ സ്കൂളിൽ വന്നോണ്ടിരുന്ന ഒരു മോളിക്കുട്ടിയെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്, എന്റെ ഭാര്യ. അത് ശരി. അപ്പൊ ഈ വറീദ് ഞാൻ തന്നെ. അടിപൊളി. നോക്ക്, ഇതാണല്ലേ ചൈന ഗേറ്റ്? ഇന്ത്യ ഗേറ്റ്. ഗേറ്റിലാണ്, മതിലൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടായിരിക്കും. പറഞ്ഞ മാതിരി മതിലില്ല. കേട്ടോ? അതെ, പോകുന്ന വഴിയാ തലസ്ഥാനം ഒന്ന് കാണിച്ചില്ലേ? ആ സ്ഥാനം റൂമിൽ ചെറുത്ത് കാണിച്ചത്. ജോസേ, ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ. ഈ 4 മണിക്ക് ഞങ്ങളില്ല. വേണോ? അതെ,